ഹായ് ഓൾ, വളരെ പ്രിയപ്പെട്ട ഡിസൈനിൽ ചെയ്തെടുത്തിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഇന്ന്. 1 kg വെയിറ്റ് വരുന്ന വാനില ഫ്ലേവറിലായിരുന്നു ഇന്നത്തെ കേക്ക്. 4 ഇഞ്ചിൻ്റെ പാനിൽ 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തത് കേട്ടോ. ഞാനങ്ങനെ കേക്കെല്ലാം ലെയർ ചെയ്തെടുത്തു. പ്രത്യേകിച്ച് ഫില്ലിംഗ് ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ ഞാൻ ഇതിവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ഷുഗർ സിറപ്പ് ഗ്ലാസ്സിലായിരുന്നു വെച്ചിരുന്നത്. അത് ഫുള്ളായിട്ടും കമന്നുപോയി. അങ്ങനെ കുറച്ചേ കിട്ടിയുള്ളൂ, ഒരു ലെയർ ഒന്ന് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനത് രണ്ടാമത് പോയി ഷുഗർ സിറപ്പ് അധികം ഇല്ലായിരുന്നു. അത് കാരണം വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് ആഡ് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്തെടുത്തിട്ടാണ് പിന്നെ ബാക്കിയുള്ളതൊന്ന് വെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പിന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഞാൻ എല്ലാ ലെയറും ഇതുപോലെ തന്നെ വെച്ച് കൊടുത്ത് വെറ്റ് ചെയ്തിട്ട് ക്രീമൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഇതെനിക്ക് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഓർഡറായിരുന്നു. അപ്പം ആളിവിടെ ഉള്ള ആളാണ്, നാട്ടിലിപ്പോൾ വെക്കേഷന് വേണ്ടി പോയിരിക്കുന്നു. അപ്പം ആളിൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി കൊടുക്കാനായിരുന്നു. അങ്ങനെ എന്നോട് വിളിച്ച് പറയുന്നത് വൈകുന്നേരം സന്ധ്യാസമയത്തായിരുന്നു വിളിച്ച് പറഞ്ഞത്. അങ്ങനെ കേക്കിൻ്റെ പിക്ചേഴ്സൊക്കെ അയച്ചു കൊടുത്തപ്പം ഒരെണ്ണം സെലക്ട് ചെയ്ത് എനിക്ക് തിരിച്ചയച്ചു തന്നു. അപ്പോൾ എനിക്കും ഹാപ്പിയായി. കാരണം ഇതിൽ കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സ് വെക്കുന്ന ഒരു ഡിസൈനായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള കേക്കുകൾ. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഫ്ലവറിനേക്കാളും ഫ്രഷ് ഫ്ലവറാണ് കുറച്ചും കൂടി നല്ലത്. കൂടുതലും കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ ഈ കസ്റ്റമർ പറഞ്ഞു ഇല്ല, എനിക്ക് ഫ്രഷ് ഫ്ലവർ തന്നെ വെച്ചാൽ മതിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഞാനിവിടെ ദാണ്ട് കേക്കൊന്ന് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ ഡെക്കറേഷനൊന്നും ഉള്ള കേക്ക് അല്ലാത്തതുകൊണ്ട് ഒന്ന് സ്മൂത്തായിട്ടൊന്ന് ഐസിങ് ചെയ്തതിന് ശേഷം കേക്ക് ബോർഡൊക്കെ ഒന്ന് നീറ്റാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്രീം വെച്ചിട്ട് തന്നെ ഇങ്ങനെ പെറ്റിൽ പോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് കേക്കിൻ്റെ ബോഡിയിൽ ഫുള്ളായിട്ട് കേട്ടോ. ഈ ഡിസൈൻ ചെയ്യുമ്പം അത്രയ്ക്കും കൂടെ ശരിയാവുന്നതൊന്നുമില്ല, എങ്കിലും ഒരുവിധമൊക്കെ ഒപ്പിച്ച് വയ്ക്കുന്നുണ്ട്. വലിയ നീറ്റായിട്ടില്ലെങ്കിലും ഇങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്ന ഡിസൈനായിരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പെറ്റൽസ് ചെയ്തതിലെല്ലാം കുറച്ച് ഗോൾഡൻ ഫ്ലേക്സ് സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഗോൾഡൻ ഫ്ലേക്സ് വെച്ചപ്പോഴത്തേക്ക് ഒരു പ്രത്യേക സൗന്ദര്യം തോന്നി കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ അതിനകത്ത് വെക്കാനുള്ള ഫ്ലവേഴ്സ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇത് കേട്ട പാട് കേൾക്കാത്ത പാട് എൻ്റെ മോളാണ് ഫസ്റ്റ് ഇറങ്ങിയത്. ആളിനെ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും ആൾ കണ്ടുപിടിച്ച് കൂടെ വന്നു. അങ്ങനെ അടുത്തുള്ള ഷോപ്പിലേക്ക് ആദ്യം പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും നമുക്കിവിടെ വൈറ്റ് കളറിലെ റോസാണ് വേണ്ടത്. അവിടെ വൈറ്റ് കളറില്ല, അതിന് പകരം റെഡും യെല്ലോയും എല്ലാം ഉണ്ട്. പിന്നെ കുറച്ച് മുല്ലപ്പൂ, ഒട്ടുമിക്ക ഫ്ലവേഴ്സ് എല്ലാം അവിടെ ഉണ്ട്. അങ്ങനെ കുറച്ച് ജിപ്സം ഫ്ലവേഴ്സും കൂടി വേണമായിരുന്നു. അതവിടെ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് അത് വാങ്ങിച്ചു. അതങ്ങനെ അവർ ബൊക്കയിൽ നിന്ന് എനിക്കത് സെറ്റ് ചെയ്തെടുത്ത് തന്നു കേട്ടോ. ഈ ഷോപ്പിൽ ഫ്ലവേഴ്സിനെല്ലാം റീസണബിൾ ആയിട്ടുള്ള റേറ്റേ വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാതെ വാങ്ങിക്കാനും പറ്റുന്നുണ്ട്. അപ്പോഴാണ് ആൾ മുല്ലപ്പൂ കണ്ടത്. മുല്ലപ്പൂ കണ്ടുകൊണ്ട് എന്നോട് പറഞ്ഞു മുല്ലപ്പൂ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് തൊട്ട് മണപ്പിച്ചൊക്കെ നോക്കുന്നുണ്ട്. എന്നോട് റിക്വസ്റ്റ് ചെയ്ത് മുല്ലപ്പൂ വേണമെന്ന്. ഞാൻ നൈസായിട്ട് കേൾക്കാത്ത രീതിയിൽ നിന്നിട്ട് പതുക്കെ കിട്ടിയ ഫ്ലവർ കൊണ്ട് അവിടെ നിന്ന് അടുത്ത ഷോപ്പിലേക്ക് വന്നു. അങ്ങനെ അവിടെ വന്നപ്പോഴത്തേക്ക് വൈറ്റ് കളർ കിട്ടി. അങ്ങനെ അതും വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പെട്ടെന്ന് തന്നെ ഞാനൊരു കുപ്പി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് ഫ്ലവറൊക്കെ ഒന്ന് അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് വെച്ചു. അല്ലെങ്കിൽ പിറ്റേന്ന് വൈകുന്നേരം നമുക്ക് കൊടുത്താൽ മതി കേക്ക്, അപ്പോഴത്തേക്ക് സെറ്റാക്കിയാൽ മതിയല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് വെച്ചത് കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഇട്ട് വെച്ചേക്കുന്ന കാണാനൊരു ഭംഗിയുണ്ട്. പിന്നെ അതിനകത്ത് കുറേ ഫോട്ടോഷൂട്ടായിരുന്നു എൻ്റെ മൂത്തയാൾ. അങ്ങനെ ഈ വാങ്ങിച്ച ഫ്ലവേഴ്സൊക്കെ പിറ്റേന്ന് കേക്കിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണേ. ഫസ്റ്റ് കേക്കിൻ്റെ ടോപ്പിലായിട്ടൊരു ഫ്ലവർ വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ആ തണ്ടിനോട് ചേർന്നിട്ടുള്ള ലീഫൊന്ന് കട്ട് ചെയ്ത് കളയാമെന്ന്. അങ്ങനെ അത് വീണ്ടും എടുത്തിട്ട് അതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്കിലേക്ക് ഫ്ലവർ വെച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ തണ്ടിൽ ഞാൻ കുറച്ച് ക്ലിംഗ് റാപ്പ് ഒന്ന് ചുറ്റി വെച്ചിട്ടാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഒരു ഫോക്സ് ബോളും കൂടി വെച്ച് കൊടുത്തു ഗോൾഡൻ കളറിലെ. പിന്നെ നമ്മുടെ ജിപ്സം ഫ്ലവർ ഒരു സ്ഥലത്തോട്ട് വെച്ചപ്പം ഇഷ്ടപ്പെടാഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് കേക്കിൻ്റെ താഴെയായിട്ടും ഇതുപോലെ തന്നെ ഒരു ഫ്ലവറും കൂടി വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് ലീവ്സും കൂടിയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതൊരു സർപ്രൈസ് ആകുമ്പോൾ അതിലേറെ സന്തോഷമാകും. നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റിലെ വലിപ്പവും ചെറുപ്പവും അല്ല പ്രാധാന്യം. അത് തരാനൊരു ഒരാളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനൊരു മനസ്സുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലുത്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും. ഇതുപോലെ ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചിട്ട് കേക്ക് ഡിസൈൻ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. വൈറ്റ് കളറിലെ കേക്കാണ് വളരെ ഒരു പ്രത്യേകതയാണ്, ഒരു ഭംഗിയാണ്. വൈറ്റ് കളർ കേക്ക് മാത്രമല്ല, ഡ്രസ്സായാലും ഏതാണെങ്കിലും വൈറ്റ് കളർ ഒരു ഭംഗി കൂടുതലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വൈറ്റ് കളറിലെ കേക്ക് ചെയ്യാൻ. അധികം കളേഴ്സൊന്നും ഇല്ലാതെ ഇതുപോലത്തെ രീതിയിൽ ചെയ്തെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി കേക്കിലേക്ക് കുറച്ച് ഷുഗർ ബോൾസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. തീരെ ചെറിയ ഷുഗർ ബോൾസ്, വൈറ്റ് കളറിലെ ഷുഗർ ബോൾസ് കേക്കിൻ്റെ സൈഡിലും ടോപ്പിലും ഒക്കെ ആയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ടേ.
ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ബർത്ത്ഡേ ടോപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഗോൾഡൻ ബർത്ത്ഡേ ടോപ്പറാണ് വെച്ച് കൊടുത്തത്. എന്നിട്ട് കേക്ക് ബോർഡിലേക്ക് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന റൈറ്റിംഗ് കൂടി ഫോണ്ടനിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തു. V4 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് എന്നാണ് പറഞ്ഞത്. അവരുടെ ഗ്രൂപ്പിൻ്റെ പേരാണ് V4. അങ്ങനെ അതും കൂടി വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മളിവിടെ കേക്കിനെ ഫൈനലാക്കിയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് കേക്കിൻ്റെത്. ഇനി ഇതിനോടൊപ്പം തന്നെ ഞാൻ വേറൊരു കേക്കും കൂടി ചെയ്തു. അത് ബർത്ത്ഡേ കേക്കോ അങ്ങനെയൊന്നുമല്ല, വെറുതെ കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കേക്കായിരുന്നു. ഇത് ½ kg കേക്കാണ് കേട്ടോ. ഞാനിത് ബേക്ക് ചെയ്തെടുത്തത് 7 ഇഞ്ചിൻ്റെ പാനിലാണ് ബേക്ക് ചെയ്തെടുത്തത്. ഇത് വേറെ ആർക്കും അല്ല, എൻ്റെ നെയ്ബറിന് തന്നെയാണ്. നെയ്ബർ എന്ന് പറഞ്ഞാൽ അവിടെ 2 കുഞ്ഞു മുത്തുമണീസ് ഉണ്ട്. അപ്പോൾ അവരിടയ്ക്കിടയ്ക്ക് ആ കുഞ്ഞുങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്, ആൻറ്റി ഒരു കേക്ക് ചെയ്ത് തരുമോ എന്ന്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു കേക്ക് ചെയ്ത് കൊടുക്കുന്നത്. തന്നെ ഇവരാണ് കേട്ടോ, അവർ 2 പേരും എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അവർക്ക് കൊടുത്ത് അതിന് ശേഷം നമ്മൾ മറ്റേ കേക്കുമായിട്ട് പോവുകയാണ്. ഇത് ദുബൈ സബീലിലാണ് ഡെലിവറി ചെയ്യാനുള്ളത്. ഞങ്ങളൊരു 5:45 ആയപ്പോഴാണ് ഇവിടുന്ന് ഷാർജയിൽ നിന്ന് ഇറങ്ങുന്നത്. ഈ ഒരു ടൈം എന്ന് പറയുന്നത് നല്ല ട്രാഫിക്കുള്ള ടൈമാണ്. അങ്ങോട്ടേക്ക് വലിയ ട്രാഫിക്കില്ല, പക്ഷേ തിരിച്ചു വരാൻ ഭയങ്കര ട്രാഫിക്കാണ്. അപ്പം ദുബൈയിലോട്ട് പോകുന്ന വഴി നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ ഇപ്പം എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നുണ്ട്. അത് എയർപോർട്ടായിരുന്നു. ട്രാഫിക്കൊന്നും അധികം ഇല്ലെങ്കിൽ യാത്ര ചെയ്യാൻ വളരെ രസമാണല്ലേ. പ്രത്യേകിച്ച് ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ പറ്റിയ സ്ഥലങ്ങളാണെങ്കിൽ. അങ്ങനെ നമുക്ക് ലൊക്കേഷൻ തന്നിട്ടുണ്ടായിരുന്ന ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. അപ്പം ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് നമുക്ക് കേക്ക് കൊടുക്കാനുള്ളത്. അങ്ങനെ കറിയിൽ നിന്നിറങ്ങി കേക്കൊക്കെ കൊണ്ടുപോയി റൂമിൽ കൊടുക്കാനായിട്ട് ചെന്നു. അങ്ങനെ അവർ ഡോറ് തുറന്ന് നോക്കുമ്പം ഞങ്ങളറിയില്ല ഇതെവിടെ നിന്നാണ് എന്താണെന്ന് അറിയാതെ ബർത്ത്ഡേകളാകെ സർപ്രൈസായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. വരുന്ന വഴിക്ക് അത്യാവശ്യം ട്രാഫിക് ഉള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ വാങ്ങിച്ചു. ഷവർമയും സൂപ്പും ഒക്കെ വാങ്ങിച്ചു. എന്നിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത്. മക്കൾക്കുള്ളത് പാഴ്സലാക്കി. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഏതാണ്ട് 9 മണിയോളമായി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത്. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.